നിയമത്തിൻ്റെ 4-ാമത്തെ വശം സ്വാധ്യായ, സ്വയം പഠനം. അധ്യായം അല്ലെങ്കിൽ സ്വയം പഠനം. സ്വയം കണ്ടെത്തൽ എന്നാൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകങ്ങൾ എന്നാൽ ഭഗവത്ഗീത, യോഗവസിഷ്ഠം, അഷ്ടാവക്രഗീത, പരമഹംസ യോഗാനന്ദ എഴുതിയ ഒരു യോഗിയുടെ ആത്മകഥ തുടങ്ങിയ പുസ്തകങ്ങൾ. ഈ പുസ്തകം വായിക്കുന്ന ഏതൊരാളും തീർച്ചയായും ക്രിയ പരിശീലിക്കാൻ പ്രചോദിതരാകും. അതുപോലെ സ്വാമി രാമ എഴുതിയ ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം എന്ന പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഹിമാലയത്തിൽ അലഞ്ഞു നടക്കുന്നത് പോലെ അനുഭവപ്പെടും. കൂടാതെ രാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, രമണ മഹർഷി, മലയാള സ്വാമി, ശ്രീ അരബിന്ദോ, ജിത്തു കൃഷ്ണമൂർത്തി, മാഡം ബ്ലാവ്യാസ്കി എന്നിവരുടെ പഠിപ്പിക്കലുകളും ജീവചരിത്രങ്ങളും നമ്മൾ പട്ടികപ്പെടുത്തിയാൽ ധാരാളം പുസ്തകങ്ങൾ, നിരവധി അത്ഭുതകരമായ ഗ്രന്ഥങ്ങളും വായിക്കാനുണ്ട്. ഇതോടൊപ്പം സ്വാധ്യായത്തിൻ്റെ ആഴമേറിയ അർത്ഥം സ്വയം പഠിക്കുക എന്നതാണ്. ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഈ ശരീരം വിട്ടതിന് ശേഷം ഞാൻ എവിടേക്ക് പോകും? എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? സ്വാധ്യായ എന്നാൽ അത്തരം അത്ഭുതകരവും ആഴമേറിയതുമായ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. കൂടാതെ എൻ്റെ ഉള്ളിലെ ശക്തികളും ബലഹീനതകളും എന്തൊക്കെയാണ്? നാളെ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കണം. അതുകൂടാതെ നിഷ്കാമ കർമ്മം പരിശീലിക്കണം. നിസ്വാർത്ഥ പ്രവർത്തനം. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ ആഗ്രഹിക്കുകയും വേണം. ഇതുവരെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് സമയം ചെലവഴിച്ചിരുന്നു. അവർ ഇങ്ങനെയാണ്, അവർ അങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. എന്നിരുന്നാലും നമ്മുടെ സ്വയം പോരായ്മകൾ നമുക്കറിയാം എന്നതിനാൽ നമ്മൾ സാധാരണയായി നമ്മളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവ അംഗീകരിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഉള്ളിലെ സത്യം നമുക്കറിയാം, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അല്പം കൂടി നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലവരായി കാണപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ ആശങ്കാകുലരാണ്. മറ്റുള്ളവർക്ക് നല്ലവരായി തോന്നാൻ നിങ്ങൾ ജീവിക്കരുത്. സ്വയം നന്മയ്ക്ക് വേണ്ടി ശരിക്കും നല്ലവരാകാൻ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതം ശരിക്കും അത്ഭുതകരമാകും. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും തീർച്ചയായും സ്വാധ്യായ അഭ്യാസം ആരംഭിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. മംഗളം, നിത്യ ശുഭമംഗളം.